ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. എൻ്റെ ദീപാവലി പിക്കായി പറഞ്ഞ സ്റ്റോക്ക് ശക്തി പമ്പ്സ് ലിമിറ്റഡ്. അതിനെ പറ്റിയാണ് ഒന്നും കൂടെ പറയുന്നത്. 805 ലെവലിലാണ് ഞാനത് നെക്സ്റ്റ് ദീപാവലിയിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കായിട്ട് റെക്കമെൻഡ് ചെയ്തത്. 805 ലെവലിന് അതിനെ ഓപ്പറേറ്റേഴ്സ് അടിച്ചു താത്തി 565 രൂപ വരെ കൊണ്ടുവന്നു. അവിടുന്ന് പെട്ടെന്ന് തന്നെ 15-20% കയറി 800 രൂപയിലേക്ക് വീണ്ടും വന്നു. അവിടെ നിന്ന് ചെറിയൊരു കറക്ഷൻ വന്നു. ഒരു കൺസോൾട്ടേഷനിലാണ് ഇപ്പം ശക്തി പമ്പ്സ് എന്ന സ്റ്റോക്ക് നിൽക്കുന്നത്. ആ ഒരു ലെവലിൽ 540 ലെവലിൽ ഒരുപാട് ആൾക്കാരെ കയ്യിൽ നിന്ന് റീറ്റെയിൽസ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് പോയിട്ടുണ്ട്. ഒരു ചേഞ്ച് ഓഫ് ഹാൻഡ്സ് നടന്നു. അതിൽ FISും DISും കൈക്കലാക്കിയിട്ടുണ്ട്. ഒരു ഹ്യൂജ് അക്യുമുലേഷൻ ആണ് 540 റേഞ്ചിൽ നടന്നത്. എളുപ്പത്തിലൊക്കെ ഉണ്ട്, കാരണം ഇക്വിറ്റി കുറവായ സ്റ്റോക്ക് വളരെ എളുപ്പത്തിൽ അത് സ്പെക്കുലേറ്റ് ചെയ്ത് ചെറിയ നെഗറ്റീവ് ന്യൂസ് ഒക്കെ വന്ന സമയത്ത്, നെഗറ്റീവ് ന്യൂസ് പ്രത്യേകിച്ചും ശക്തി പമ്പ്സ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ US താരിഫ് ഇഷ്യൂവും കാര്യങ്ങൾ വന്ന സമയത്ത് ഈ സ്റ്റോക്കിനെ അടിച്ച് താത്തി കൊണ്ടുവന്നു. ഒരുപാട് ആൾക്കാർ കമന്റ്സിലൊക്കെ ചില ആൾക്ക് കിട്ടിയിരുന്നു 800 രൂപ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഫ്ലോപ്പ് ആയി പോയി. അങ്ങനെ ആർക്കും കറക്റ്റ് എക്സാക്ട് മൂവ്മെന്റ് ഒന്നും പറയാൻ പറ്റില്ല, ഇമ്പോസിബിൾ ആണ്. പഠിക്കുക. ശക്തി പമ്പ്സിന്റെ ഫണ്ടമെന്റ്സ് നല്ലതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. അതിന് എങ്ങോട്ട് ഓപ്പറേഷൻസ് കൊണ്ടുപോകുന്നു എനിക്കറിയില്ല. സോ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഞാൻ സിവിലിസ്റ്റഡ് അല്ല, എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾ ഫണ്ടമെന്റ്സ് നോക്കാൻ വളരെ എളുപ്പമാണ്. ഫണ്ടമെന്റ്സ് നല്ലതാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഒന്നും കൂടെ ശക്തി പമ്പ്സിനെ പറ്റി ഞാൻ പറയുന്നതാണ്. പമ്പ്സ്, മോട്ടോഴ്സ്, കൺട്രോളേഴ്സ് ആൻഡ് അതേഴ്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ശക്തി പമ്പ്സ് ലിമിറ്റഡ്. 30-40% ഗ്രോത്ത് ആണ് ഭാവിയിൽ പല അനലിസ്റ്റും പ്രവചിക്കുന്നത്. ശക്തി പമ്പിന് മാനേജ്മെന്റ് തന്നെ 3000 കോടിന്റെ ഗ്രോത്ത് ആണ്, റവന്യൂ ഗ്രോത്ത് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ കമ്പനിയിലെ ഈ മേഖല നമുക്ക് എല്ലാവർക്കും അറിയാം, ലീഡിംഗ് മാനുഫാക്ചേഴ്സ് ഓഫ് എനർജി എഫിഷ്യന്റ് ആൻഡ് സോളാർ പമ്പിംഗ് സൊല്യൂഷൻസ് ഉള്ള കമ്പനിയാണ് ശക്തി പമ്പ്സ്. ഈ സോളാർ പമ്പ്സിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഭാവിയിലേക്കുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ക്ലീൻ വാട്ടർ ആണെങ്കിലും ഇതിനൊക്കെ വളരെയധികം ആവശ്യമുള്ള സംഭവമാണ് സോളാർ പമ്പ്സ്. സോ ഇതിലാണ് ഈ കമ്പനി ഉള്ളത്. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം. ഭാവിയിലേക്കുള്ള എല്ലാ സെക്ടറിലും വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ സോളാർ പമ്പ്സ്. അതിന് പുറമെ മോട്ടോഴ്സും കൺട്രോളേഴ്സും ഇൻഡയറക്റ്റ്ലി അവർ സോളാർ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. സോളാർ സെൽസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവർ എക്സ്പാൻഷൻ പ്ലാൻസ് വളരെ വളരെ വൈഡാണ്. റീസെൻ്റ്ലി അവർ 46 ഏക്കർ ലാൻഡ് MP എടുത്തിട്ടുണ്ട്, മധ്യപ്രദേശ് എടുത്തിട്ടുണ്ട്, ഒരു പുതിയ പ്ലാന്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി പമ്പ്സ്, മോട്ടോഴ്സ്, ഇൻവേർട്ടേഴ്സ് ഒക്കെ ഡബിൾ ആക്കാനാണ് അവരത് പ്ലാൻ എടുത്തത്. അപ്പോൾ അവരൊരു എന്താ പറയുക, റിക്കമെൻഷൻ സ്റ്റേജിലാണ് ആ കമ്പനി ഉള്ളത്. ആ കമ്പനി തന്നെ ഇപ്പം ഭാവിയിലേക്ക് വളരാൻ വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇത് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇതിനെ 800 അടിച്ച് 550 കൊണ്ടുവന്ന് ആവറേജ് ചെയ്ത് ലോ ലെവലിന് എക്യുപ്മെന്റ് ചെയ്തത്. കമ്പനി പുതിയ 29 പ്രൊഡക്ട്സിന് പാറ്റന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൽ 15 എണ്ണം അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് 2024 തന്നെ. ബാക്കി 14 എണ്ണത്തിന് അപ്രൂവൽ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 5000 ഡീലർ നെറ്റ്വർക്ക്, 400 സർവീസസ്, അതുപോലെ തന്നെ 1200 പ്ലസ് പ്രൊഡക്റ്റ് വേരിയൻ്റ് ഉള്ള കമ്പനിയാണ് ശക്തി പമ്പ്സ് ലിമിറ്റഡ്. 100-ൽ മേൽ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിംഗ് ഉള്ള കമ്പനിയാണ് ശക്തി പമ്പ്സ് ലിമിറ്റഡ്. അതിൻ്റെ പരസ്യം കണ്ടത് കാണാം, ആകാശ് പമ്പ്സ് ആണ് ശക്തി പമ്പ്സിൻ്റെ പ്രൊഡക്റ്റ് നെയിം. എല്ലാം കേട്ടിട്ടുണ്ടാവും. OEM ആയിട്ട്, അതായത് ഒറിജിനൽ എക്യുപ്മെൻ്റ് ആയിട്ട് ഒരുപാട് കമ്പനിക്ക് പമ്പ് കൊടുക്കുന്ന കമ്പനിയാണ് ശക്തി പമ്പ്സ്. L&T, മഹേന്ദ്ര, REIL, അദാനി, ടാറ്റ പവറൊക്കെയാണ് ശക്തി പമ്പ്സിൻ്റെ ക്ലയൻസ്. എക്സ്പോർട്ട് ഏഷ്യയിലേക്ക് 34%, ആഫ്രിക്കയിലേക്ക് 21%, മിഡിൽ ഈസ്റ്റിലേക്ക് 21%, US-ലേക്ക് 17% എക്സ്പോസർ ഉണ്ട്. സോ അമേരിക്കയിലെ പ്രശ്നം വന്നപ്പം ഈ വെറും 17% എക്സ്പോസ് ഇതിനൊക്കെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാണിച്ചിട്ടാണ് സ്റ്റോക്കിനെ അടിച്ചു കൊണ്ടുവന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചോളം 17% മാത്രമേ US-ലെ എക്സ്പോസർ ഉള്ളൂ. ആഫ്രിക്കയിലേക്ക് 34%, ഏഷ്യയിലേക്ക് 34%, ആഫ്രിക്ക 21%, മിഡിൽ ഈസ്റ്റിലേക്ക് 21% എക്സ്പോസറുള്ള എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് ശക്തി പമ്പ്സ്. കമ്പനി റീസെൻ്റ്ലി ഇലക്ട്രിക് വെഹിക്കിൾ സെക്ടറിലേക്ക് കടന്നിട്ടുണ്ട്. ത്രൂ സബ്സിഡറി ഉണ്ടായിരുന്നു ശക്തി EV മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിലൂടെ 2.5 ബില്യൺ ആണ് അവർ പുതിയ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. EV മോട്ടോഴ്സ്, കൺട്രോളേഴ്സ്, ചാർജേഴ്സ്, ഇതാണ് ആ ഒരു സെക്ടറിൽ അവർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ട്സ്. പിന്നെ അതിനുപോലെ ഓൾറെഡി പല റൂഫ് ടോപ്പ് സോളാർ മാർക്കറ്റിലേക്ക്, റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ മാർക്കറ്റ്, അത് PM സൂര്യഘർ സ്കീം പ്രകാരം ഇവരതിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. സോളാർ സെൽ മാനുഫാക്ചറിങ് ഉണ്ട്.
പിന്നീട് PM-KUSUM സ്കീമിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊട്ടൻഷ്യൽ മൾട്ടിബാഗ് ഒരു ബെനിഫിഷ്യറിയാണ് ശക്തി പംപ്സ് ലിമിറ്റഡ്. 20% ഡൊമസ്റ്റിക് മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയാണ് ശക്തി പംപ്സ് ലിമിറ്റഡ്. പിന്നെ ഇതൊക്കെയാണ് ഓവറോൾ പൊസിഷൻ. റീസെൻ്റ്ലി ഒരു 200 കോടിന് ഓർഡർ കിട്ടിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു 90 കോടിന് ഓർഡർ വരെ കിട്ടിയിരുന്നു. 2 ആഴ്ച മുന്നേ ഒരു 26 ക്രോസിന് ഓർഡർ വരെ കിട്ടിയിരുന്നു. ഒരു ഓർഡർ ബുക്ക് വളരെ സൂപ്പറാണ്. അത്യാവശ്യം നല്ല മാർജിൻ തന്നെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനിയാണ്. മാർജിനിൽ സെയിൽസ് ഉള്ള ഒരു കമ്പനിയാണ് ശക്തി പംപ്സ് ലിമിറ്റഡ്. അതിൻ്റെ ഒരു ഞാൻ ഫസ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് ഇവർക്ക് മഹാരാഷ്ട്ര ഗവൺമെൻറ് അടുത്ത് 1037 കോടിന് ഓർഡർ കിട്ടിയിരുന്നു. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടുത്ത് നിന്ന് 1037 കോടിൻ്റെ ഓർഡർ കിട്ടും. സപ്ലൈ ഇൻസ്റ്റോൾ 3420 സോളാർ ഫോട്ടോവോൾട്ടിക് വാട്ടർ പമ്പിങ് സിസ്റ്റം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. ഈ വാല്യൂഷൻസിൽ നോക്കാം. ഇപ്പോഴത്തെ വാല്യൂഷൻ 742 രൂപ 50 പൈസയാണ് റേറ്റ്. 1398 വരെ ഇയർ ഹൈ പോയ സ്റ്റോക്കാണ് ശക്തി പംപ്സ്. പക്ഷേ എൻ്റെ ലൈഫ് ടൈം ഹൈ 5000 സംതിങ് എന്തോ ആണ്, അവിടെ അടിച്ചു വന്നതാണ്. അത് വേണ്ട, 1200 ഒക്കെ എളുപ്പത്തിൽ വരണം ഈ സ്റ്റോക്ക്. എത്ര സ്പെക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ എവരി എക്യുമേഷൻ കമ്പനി കഴിഞ്ഞാൽ FIS DSE എക്യുമേഷൻ കഴിഞ്ഞ് സ്റ്റോക്ക് കയറിപ്പം 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയാണ്. 33.43 EPS, 22% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. പി റേഷ്യോ ഇൻഡസ്ട്രിയൽ പി 40.6ഉം ശക്തി പമ്പിന് പി റേഷ്യോ 22.8, അത് പകുതിയിലാണ് പി റേഷ്യോ കിടക്കുന്നത്. പിന്നെ റിസൾട്ട് വരുമ്പോൾ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ക്വാർട്ടർ ടു ക്വാർട്ടറും ഇയർ ഓൺ ഇയർ ബേസിൽ നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ആണ്. ഈ ഒരു റീസൺ കൂടെ വന്നപ്പോൾ ഇവർക്ക് എളുപ്പമായി സ്റ്റോക്കിനെ അടിച്ച് താത്തിക്കൊണ്ടായിരുന്നു. പക്ഷേ വെറും 10% ഇയർ ഓൺ ഇയർ ബേസിൽ നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ആയത്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ 1% ആണ് ഡൗൺ ആയത്. അതായത് ക്വാർട്ടറിൽ 97 ക്രോസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ 101 കോടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെപ്റ്റംബർ 2025 91 കോടിയെ കാണിച്ചു. ഇത്രയേ ഉള്ളൂ, ചെറിയ നെറ്റ് പ്രോഫിറ്റ് ഡൗൺ ആയിട്ട് കാണിച്ചത്. അതുകൊണ്ടാണ് മാക്സിമം സ്റ്റോക്ക് അടിച്ചുകൊണ്ട് ഒരു സഹായമായി. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.14, ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും റിട്ടേൺ ഓൺ ഇക്വിറ്റി വളരെ കുറവ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 35.16 ആണ്. അത് സൂപ്പറാണ്. ഷെയർ ക്യാപിറ്റൽ 120 കോടിയേ ഉള്ളൂ. റിസർവ് 1040 കോടിയുണ്ട്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിങ്സ് നോക്കുകയാണെങ്കിൽ, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ 50.3% ഹോൾഡിംഗ് ഉണ്ട്. 50.3% പ്രൊമോട്ടേഴ്സിൻ്റെ അടുത്തുണ്ട്. FISൻ്റെ കയ്യിൽ 5.6ഉം DASൻ്റെ കയ്യിൽ 6.7ഉം ഉണ്ട് ഹോൾഡിങ്സ്. നല്ല ഹോൾഡിങ്സ് FISും DASും കയ്യിൽ വെച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈ ഡിസംബർ കഴിഞ്ഞാൽ വരുന്നതിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കി മനസ്സിലാക്കാം എത്രത്തോളം ഓപ്പറേറ്റേഴ്സ്, എത്രത്തോളം FIS കൂട്ടിയിട്ടുണ്ട്, എത്രത്തോളം DAS കൂട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രൊമോട്ടേഴ്സും കൂട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു അടുത്ത മാസം ജനുവരി ഫെബ്രുവരി ആകുമ്പോഴേക്കാണ് ഡീറ്റെയിൽസ് കിട്ടും. സോ ഇപ്പോൾ ഓവറോൾ പിക്ചർ നോക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് വളർച്ച സാധ്യതയുള്ള സെക്ടറിലുള്ള 10 രൂപ ഫേസ് വാല്യുള്ള നല്ല സ്ട്രോങ് റിസൾട്ട് കാണിച്ച ചീപ്പ് വാല്യൂഷനുള്ള സ്റ്റോക്കാണ് ശക്തി പംപ്സ്. ഇനി അവരെ കളി കഴിഞ്ഞെന്ന് തോന്നുന്നു. 742 ലെവലിൽ ഇനി എനിക്ക് ഒരു കൺസോളിഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബ്രേക്ക്ഔട്ട് 800 പോകും. അവിടുന്ന് പിന്നെ 900 പോകാൻ സാധ്യതയുണ്ട്. 1300 1400 ഇയർ ഹൈയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ശക്തി പംപ്സ് ലിമിറ്റഡ്. പിന്നീട് എൻ്റെ ഒരു മെമ്പർഷിപ്പ് ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട് വരുന്ന സ്റ്റോക്സ്, ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് വരുന്ന ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പറയും. 70% എക്യുറസി ഉണ്ട്. ഒരു 10-20% ചിലപ്പോൾ ഫെയിലാവും. പക്ഷേ 70-80% എക്യുറസി ഉണ്ട്. അതിൽ 10-5% കിട്ടിയാൽ കട്ട് ചെയ്യുന്ന വിധത്തിലുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ലോങ് ടേം ഹോൾഡിങ്സ് അല്ല. താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ യൂട്യൂബ് താഴെയുള്ള ജോയിൻ ബട്ടൺ ത്രൂ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാനൊരു സിവിൽ രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അഡ്വൈസ് ഉണ്ട്, അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.